ഹലോ, ഇന്ന് നമ്മൾക്ക് കുട്ടീസ് സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ഒരു റവ സ്നാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേറെ ഒന്നിനുമല്ല, എളുപ്പം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരുപാട് വലിയ തരിയാണെങ്കിൽ മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. 1/4 ടീസ്പൂണൊക്കെ മതിയാവും അതിന് ആ ഒരു ഫ്ലേവറിന് മാത്രമായിട്ട്. പിന്നെ നമ്മളിതിലേക്ക് കസൂരി മേത്തി ഇടുന്നുണ്ട്. അപ്പോൾ കസൂരി മേത്തി നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇട്ട മസാലകളൊക്കെ ഇതിലെല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് എല്ലാവരും ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവയല്ലേ, വെള്ളം ഇങ്ങനെ ചെല്ലുന്തോറും റവ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുഴച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കുമ്പോഴും ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കുക. അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ് മാവാവുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇനിയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഞാൻ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് എടുത്തപ്പോഴും വീണ്ടും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തേക്കുക. ഇനി അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ്, ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ, ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ ഒരു ഇതുപോലുള്ള ഒരു ഇത് വെച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ ഫോർക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി എല്ലാ ഷേപ്പും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടിക്കോളും. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് നമ്മളിതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി അധികം താമസമൊന്നുമില്ല, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ അളവിൽ ഓയിൽ വേണം, എന്നാലാണ് മുങ്ങി നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു കളർ ആകുമ്പോഴത്തേക്കും ആ കറക്റ്റ് ക്രിസ്പിനെസ് ആയിക്കോളും. നമ്മൾക്കത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സിൻ്റെ ഫീല്. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയൊന്ന് കോരിയെടുക്കാം. ചൂടോടുകൂടി തന്നെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി അവർക്ക് ഇഷ്ടപ്പെടും. ചായയുടെയൊക്കെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.